നമസ്കാരം. ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം. രാജ്യം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ തിരക്കിലാണ്. എല്ലാ മേഖലകളിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തമ്മിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ നിരന്തരമായിട്ട് അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുന്നണി വിട്ടുമാറേണ്ട സാഹചര്യം പല പാർട്ടികൾക്കും സംഭവിക്കുന്ന ഒരു അവസ്ഥ. ഇത്രയും നാൾ ഒരു മുന്നണിയെ പിന്തുണച്ചിട്ടും അവർക്ക് ലഭിക്കേണ്ട സ്ഥാനമാനങ്ങൾ, അവർക്ക് ലഭിക്കേണ്ട സീറ്റുകൾ ഇതൊന്നും കിട്ടാത്ത ഒരു സാഹചര്യം കേരളത്തിൽ കൂടുതലായി നമ്മൾ കാണുന്നുണ്ട് കഴിഞ്ഞൊരു 3-4 ദിവസങ്ങൾക്കിടയിൽ. അത്തരത്തിൽ തിരുവനന്തപുരത്ത് ആര്യനാട് പ്രദേശത്ത് കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിൽ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി, നമുക്കറിയാം, ഐക്യജനാധിപത്യ മുന്നണിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ്. പക്ഷേ ഐക്യജനാധിപത്യ മുന്നണി നേതാക്കൾ കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിൽ RSPക്ക് വേണ്ട തരത്തിലുള്ള പ്രാധാന്യം കൊടുക്കാത്തതിന്റെ പേരിൽ RSP മുന്നണി വിട്ട് ഒറ്റയ്ക്ക് മത്സരിക്കുവാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അത്തരത്തിൽ അങ്ങനെ ഒരു തീരുമാനം വന്നതിന് ശേഷം നിരവധി പേരുടെ സപ്പോർട്ടാണ് RSP സ്ഥാനാർത്ഥികൾക്ക് അവിടെ ലഭിക്കുന്നത്. മറ്റ് പല മുന്നണികൾക്കും ഭയമുണ്ട്. കാരണം ആര്യനാട്, കുറ്റിച്ചൽ, നെടുമങ്ങാട് പ്രദേശങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് RSP. ഇന്നും പലയിടങ്ങളിലും RSPയുടെ വേരോട്ടം നിലച്ചിട്ടില്ല എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് RSP എന്ന ശക്തമായ വിപ്ലവ പ്രസ്ഥാനം 5 സ്ഥാനാർത്ഥികളെ മുൻനിർത്തിക്കൊണ്ട് ഇലക്ഷന് തയ്യാറാകുന്നത്. അതിൽ ഓരോ സ്ഥാനാർത്ഥികളുടെയും വാക്കുകളിലേക്കാണ് ന്യൂസ് ഇന്ത്യ ഇന്ന് കടന്നു പോകുന്നത്. നമസ്കാരം. ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിലാണ് നിൽക്കുന്നത്. ഒരു സ്ഥാനാർത്ഥിയോടൊപ്പമാണ്. അദ്ദേഹം RSP കാൻഡിഡേറ്റ് ആയിട്ടാണ് ഇവിടെ മത്സരിക്കുന്നത്. സുധാകരൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. എത്ര വർഷത്തെ പ്രവർത്തന പരിചയമുണ്ട്? 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ആളാണ് ഞാൻ. 40 വർഷവും RSP മുന്നണി തന്നെ ആയിരുന്നു? ഇല്ല, ഞാൻ കോൺഗ്രസിന്റെ പ്രവർത്തകനായിരുന്നു. എങ്ങനെയാണ് പിന്നെ RSPയിലോട്ട് വന്നത്? അല്ല, ഇവിടെ പിന്നെ കുറച്ച് മാനസിക പ്രയാസങ്ങൾ ആ പാർട്ടി ഒന്നും ഉണ്ടായതിന്റെ പേരിലാണ് ഞാൻ പാർട്ടി വിട്ട് RSPയിലേക്ക് പോയത്. നമ്മളിവിടെ ഒരുപാട് വികസനങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഒരു വികസന പ്രവർത്തനവും ഈ പിന്നെ നമ്മുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നോ ലഭിക്കാത്തതിൻ്റെയും അതിൻ്റെ ഒരു രോഷം പ്രധാനമായിട്ടും കോൺഗ്രസിലുണ്ടായ ഒരു മാനസികമായിട്ടുള്ള ഒരു മനോവിഷമം തന്നെയാണ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഞാൻ ഈ പാർട്ടി വിട്ട് പോയി RSPയിലേക്ക് പോകാൻ ഞാൻ സാധ്യത വന്നത്. ഇനി ഇപ്പൊ നിൽക്കുന്ന വാർഡ് ഏത് വാർഡിലാണ്? ഞാൻ നിൽക്കുന്ന പരുത്തിപ്പള്ളി. നീ നിൽക്കുന്നവരോ? അല്ല, അതാ ഞാൻ നിൽക്കുന്ന വാർഡ് ഏതാണ്? പരുത്തിപ്പള്ളി 13ാം വാർഡിലാണ് ഞാൻ മത്സരിക്കുന്നത്. വിജയസാധ്യത പൂർണ്ണമായും നല്ല 100% വിജയസാധ്യതയുള്ള ഒരു വാർഡാണ് ഈ 13ാം. എൻ്റെ കുടുംബ വീടും എൻ്റെ കുടുംബക്ഷേത്രവും ശ്രീനാരായണ ഗുരുമന്ദിരവും സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം 80% എൻ്റെ ബന്ധുവലയം ഉള്ള ഒരു പ്രത്യേകമായ ഒരു മേഖലയാണ്. അത് നമ്മുടെ കമ്മ്യൂണിറ്റി നോക്കുമ്പോൾ SLDPയുടെ ആണ് ഏറ്റവും കൂടുതൽ അതിനകത്ത് വരുന്നത്. അവിടെ വിജയിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നിലവിൽ അവിടെ ഏത് പാർട്ടിയിൽപ്പെട്ട ആളാണ് വാർഡ് മെമ്പർ ആയിട്ടുള്ളത്? ഇപ്പോൾ നിലവില് കഴിഞ്ഞ കാലഘട്ടത്തിൽ UDFന്റെ ആയിരുന്നു. അപ്പൊ ഇനി താങ്കൾ വിജയിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രധാനമായിട്ടും കൊണ്ടുവരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? ധാരാളം വികസന പ്രവർത്തനങ്ങൾ ആ വാർഡിൽ ചെയ്തു തീർക്കാനുണ്ട്. കാരണം ഏറ്റവും പ്രധാനം ഗതാഗത യോഗ്യമല്ലാത്ത റോഡുകൾ പൊളിഞ്ഞ് എളിക്കൂടി കുഴിയായ ഒരുപാട് റോഡുകൾ തകർന്ന് കിടക്കുകയാണ്. ഇതിന്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്ന് പറയുന്നത്, ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഈ 13ാം വാർഡിനകത്തുള്ള ഈ കുറ്റിച്ചൽ കിട്ടുന്ന ഫണ്ടുകൾ ഉപയോഗിച്ച് ഈ റോഡുകൾ ആദ്യം പുനഃത്തിരിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. ശരി, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അവിടുത്തെ ദാരിദ്ര്യ രേഖയൊക്കെ എങ്ങനെയാണ്? ദാരിദ്ര്യം ഉള്ള ഒരു മേഖലയാണ് അത്. തൊഴിൽ മേഖലയില്ല. അതെ, തൊഴിൽ മേഖല ശരിക്കും തൊഴിൽ മേഖലയില്ല. യുവാക്കളുടെ യുവതികളുടെ കാര്യമാണ് ഉദ്ദേശിച്ചത്. യുവാക്കളുടെ യുവതികൾക്ക് തൊഴിൽ മേഖലയില്ല. തൊഴിലുറപ്പുള്ളത് കൊണ്ട് ഞങ്ങൾ പണ്ട് ഒരു തൊഴിലുറപ്പ് മേഖല വന്നതുകൊണ്ട് മാത്രമാണ് ആ വീടുകൾ പട്ടിണി കൂടാതെ ചെറുതായിട്ട് എങ്ങനെ കഴിഞ്ഞു പോകുന്നത്. ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ 2 പതിറ്റാണ്ട് കാലം ഈ പഞ്ചായത്തിൽ നിന്ന് യാതൊരു പുരോഗതി ഇല്ല എന്ന് മാത്രമല്ല, പഞ്ചായത്ത് കൊണ്ട് സാധാരണ ജനങ്ങൾക്ക് യാതൊരു ഉപയോഗവും വന്നിട്ടില്ല. അപ്പം കഴിഞ്ഞ 12 വർഷക്കാലം അത് ദുർഭരണം തന്നെയായിരുന്നു ഈ പഞ്ചായത്തിലെ. ഒരു വികസനങ്ങൾ ഈ വാർഡിനകത്ത് നമുക്ക് കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഈ വാർഡ് നശിപ്പിച്ചു. ഇതിനൊക്കെ ഒരു മാറ്റം RSP വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് പ്രാദേശികമായിട്ട് പറയുമ്പോൾ ഒരു കുറ്റിച്ചൽ സരൽ എന്ന് പറഞ്ഞ ഒരു നേതാവുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങൾ അദ്ദേഹത്തോട് നിന്ന് കഴിഞ്ഞാൽ ധാരാളം വികസനങ്ങൾ ഈ വാർഡിൽ ചെയ്യാൻ കഴിയുമെന്ന് മാത്രമല്ല, K പങ്കജേഷൻ സാർ മുതലുള്ള, G അർജുനൻ മുതലുള്ള, റസൽ രാജ് സാർ മുതലുള്ള, പിന്നെ
ഉള്ള പ്രമുഖരുമായിട്ടുള്ള നേതാക്കൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ് ഈ 13-ാം വാർഡ്. RSP മത്സരിക്കുന്ന 13-ാം വാർഡ് ഈ മൺമട്ടി മൺകോരി അത്ര പ്രധാനപ്പെട്ട ചിഹ്നമാണ്. ആ ചിഹ്നത്തിൽ മത്സരിച്ചിട്ടുള്ള സാധാരണക്കാരന്റെ ചിഹ്നമാണ്, പാവപ്പെട്ടവരുടെ ചിഹ്നമാണ്. ആ ചിഹ്നത്തിൽ മത്സരിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ തോറ്റിട്ടില്ല. എനിക്ക് മുമ്പേ മത്സരിച്ച G. അർജുനൻ, അതിനുശേഷം വന്ന 1, 2, 3, 4 വ്യക്തികൾ വളരെ ഭൂരിപക്ഷത്തിലാണ് ഈ 13-ാം വാർഡിൽ വിജയിച്ചിട്ടുള്ളത്. RSPയുടെ സിറ്റിംഗ് സീറ്റാണ്, മറ്റാർക്കും തൊടാൻ കഴിയത്തില്ല. ഒരു വോട്ടഭ്യർത്ഥന കൂടെ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ജയിച്ചു വന്നാൽ ഞങ്ങൾ 5 സ്ഥാനാർത്ഥികൾ RSPയോട് ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ശക്തനായ ഒരു നേതാവുണ്ട്, കുറ്റിച്ചൽ സനൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഷിബു ബേബി ജോൺ ഞങ്ങൾ ആരാധിക്കപ്പെടുന്ന ഞങ്ങളുടെ നേതാവാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ NK പ്രേമേന്ദ്രൻ വളരെ ശക്തനായ, ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ ശബ്ദം വളരെ ശക്തിയോടെ ഉന്നയിക്കുന്ന ഒരു പ്രമുഖനായ ഒരു നേതാവാണ് ഞങ്ങളുടെ NK പ്രേമേന്ദ്രൻ. അതുകൊണ്ട് ഇവിടെ ഞങ്ങൾക്കൊരു നേട്ടം വന്നാൽ, ഇവിടെ ആനപ്പാർക്കുണ്ട്. ഈ ആനപ്പാർക്ക് റോഡെല്ലാം പൊളിഞ്ഞു കിടക്കുക, നമ്മുടെ എല്ലാ റോഡുകളും തകർന്നു കിടക്കുക. ഈ ആനപ്പാർക്കിന്റെ ഒരു പുനരുദ്ധാരണവും അതോടൊപ്പം തന്നെ ഒരു തൊഴിൽ മേഖലയും ഞങ്ങൾ തീർച്ചയായിട്ടും അടുത്തൊരു ഭരണ സംവിധാനം വന്നു കഴിഞ്ഞാൽ ഒരു തൊഴിൽ മേഖല ഈ പഞ്ചായത്ത് സൃഷ്ടിക്കുക എന്നുള്ളത് യാതൊരു സംശയം വേണ്ട. അതായത് എന്നെ വിജയിപ്പിച്ചാൽ, എന്നെ ഈ 13-ാം വാർഡിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചാൽ ഈ നാടിന്റെ വികസനത്തിന് ഞാൻ ജനങ്ങൾക്കൊപ്പവും ജനങ്ങൾ എനിക്കൊപ്പവും ഉണ്ടാവും. ഞാൻ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഈ ഗ്രാമത്തിന്റെ വികസനത്തിന്, ഇതിന്റെ പുരോഗതിക്ക് ഞങ്ങൾ RSPയുടെ നേതാവ് ഉൾപ്പെടെ ഞങ്ങൾ അവരോടൊപ്പം സഹകരിച്ച് ഒരു മാറ്റം ഉണ്ടാക്കൂ എന്നുള്ള യാതൊരു സംശയം വേണ്ട. പാവങ്ങൾക്കൊപ്പം ഞങ്ങൾ ഉണ്ടാവും എന്ന് മാത്രം ഉറപ്പ് തന്നുകൊണ്ട് ഈ ചിലർ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് RSP. ശരി, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാവിധ വിജയാശംസകളും. 100%. RSPയുടെ വളരെ പ്രധാനപ്പെട്ട കാൻഡിഡേറ്റ് ആയിട്ടുള്ള മുൻ കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള 40 വർഷത്തെ പൊതുപ്രവർത്തന പരിചയമുള്ള ഒരു സ്ഥാനാർത്ഥിയുടെ വാക്കാണ് നിങ്ങളിപ്പോൾ കേട്ടത്. അപ്പൊ ഈ ഐക്യജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പല കാലങ്ങളിലായിട്ട് കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിൽ യാതൊരു തരത്തിലുള്ള വികസനങ്ങളും നടത്തിയിട്ടില്ല എന്നുള്ള RSPയുടെ നട്ടല് നിവർന്നുള്ള ഒരു പ്രസ്താവന ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ ഒരു പക്ഷേ പല മുന്നണികളും RSPയെ മാറ്റി നിർത്തിയത് എന്നുള്ള ഒരു ധ്വനി കൂടി അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഉണ്ട്. എന്ന് തന്നെ ആയിരുന്നാലും ഇനി അങ്ങോട്ടുള്ള നമ്മുടെ എപ്പിസോഡുകളിൽ ഈ 5 സ്ഥാനാർത്ഥികളുടെയും വാക്കുകൾ, അവർ എന്താണ് ഇനി ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, അവർ വിജയിച്ചാൽ എന്താണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുവാനായിട്ട് പോകുന്നത്, അത് യാഥാർത്ഥ്യമാകുമോ, ഉറപ്പുള്ള വാക്കുകളാണോ RSPയുടെ സ്ഥാനാർത്ഥികൾ നമുക്ക് നൽകുന്നത് എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാം. ഈ എപ്പിസോഡ് മനസ്സിലാക്കിയ, ഈ എപ്പിസോഡ് കണ്ടിരുന്ന, ഈ എപ്പിസോഡിന്റെ സ്ഥാനാർത്ഥിയുടെ വാക്കുകളിലേക്ക് ആഴ്ന്നിറങ്ങിയ ശ്രദ്ധാപൂർവം കേട്ട എല്ലാവർക്കും നന്ദി.